ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസായിട്ടൊരു കാര്യം പറയാനുണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. ബട്ട് ടെക്നിക്കൽ റീസൺസ് കാരണം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ നമ്മൾ പുതിയൊരു ചാനൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇന്നലെ. അതിൽ നിലവിൽ 43+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം. പഴയ മെമ്പേഴ്സ് എല്ലാം തിരിച്ചെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല ട്രേഡിംഗ് സെറ്റപ്സ് ആൻഡ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ് എല്ലാം ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ചാനലിൽ. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് കാണാം, ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാന വിഷയമായ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ബുള്ളിഷ് എന്നാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അതേ ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുകയാണ്. എല്ലാ മാർക്കറ്റ്സും ഒരു ഗ്രീൻ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ നിഫ്റ്റിയാണ്. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് നിലവിൽ 93 പോയിന്റ്സ് അപ്സൈഡ് ആണ്. സോ മേ ബി നമുക്കൊരു 80 to 100 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മേ ബി 80+ പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട്. മേ ബി 50 to 80 പോയിന്റ്സ് അത് മിനിമം ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. കാര്യം ഭരണമാറ്റം ആൻഡ് പുതിയ സർക്കാരിൽ അവർക്കുള്ള വിശ്വാസം സൂചിപ്പിക്കുന്നതാണ് അവിടെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്ഡേറ്റഡ് ആണ്. SGX നിഫ്റ്റി 102 പോയിന്റ്സ് അപ്സൈഡ് നിലവിൽ നിലനിർത്തുന്നുണ്ട്. ടോട്ടലി ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. തായ്വാൻ വെയിറ്റഡും ഹാങ്സം സ്ട്രേറ്റ് ടൈംസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സിലെല്ലാം ഒരു പോസിറ്റിവിറ്റി നിലവിലുണ്ട്. സോ അത് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ, എന്താ പറയുക, ഇന്നലെ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ ആൻഡ് മാർക്കറ്റ് ആ റിട്ടേൺ ചെയ്ത് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. സോ ടോട്ടലി നമ്മുടെ മാർക്കറ്റിന് ട്രിഗേഴ്സ് ഒരുപാടുണ്ട്. അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി, എന്താ പറയുക, അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേ ലെവലിൽ 2 ലെവൽസ് ആയിരിക്കും ഞാൻ ഇന്ന് വളരെ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇന്നലത്തെ ഡേ ഹൈ ആൻഡ് ഡേ ലോ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. പിന്നെ ഞാൻ ഇൻട്രാഡേ ലെവലിൽ ഇന്നലത്തെ ആ ഒരു കൺസോൾട്ടേഷൻ സ്പേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ആ ഒരു റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. 25,860 എന്നുള്ള റേഞ്ച് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഇൻട്രാഡേ ട്രേഡ്സ് നമുക്കിതിൽ നോക്കാവുന്നതാണ്. എന്തായാലും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു 25,920 മുകളിൽ മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് വിലയിരുത്തുക എന്നതാണ്. സോ ഇവിടെ നിങ്ങൾ വളരെ സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്യേണ്ട, നിങ്ങൾക്കറിയാം യു എസ് മാർക്കറ്റ് ട്രേഡിൽ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി നമുക്ക്. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ, അത് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. സോ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. സോ നമുക്കിപ്പം നല്ലൊരു മൂവ്മെൻറ്റ്, എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് 26,342 എന്നുള്ള ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ എന്തായാലും മാർക്കറ്റ് ഇൻട്രാഡേ ലെവൽ എന്ത് നടത്തും എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇന്ന് ഒരുപാട് ന്യൂസസ് അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് ഇന്നത്തെ റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ ഞാൻ സൂചിപ്പിക്കാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു പോർട്ട്ഫോളിയോ ഈ സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ടൈറ്റൻ, ഐഷ മോട്ടോഴ്സ്, ഗ്രാസിം, അപ്പോളോ ഹോസ്പിറ്റൽസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഓയിൽ ഇന്ത്യ, ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ബൽറാംപൂർ ചീനി മിൽസ്, ദിലീപ് ബിൽകോൺ, എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, എസ്കോർട്സ് കുബോട്ട ആൻഡ് ജുബിലന്റ് ഫുഡ്വർക്സ്, കർണാടക ബാങ്ക്, മദേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ, ടൊറന്റ് പവർ, TVS സപ്ലൈ ചെയിൻ, യുണൈറ്റഡ് ബ്രൂവറീസ്, വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് ആൻഡ് വോക്ക്ഹാർഡ്. ഇതാണ് പ്രധാനപ്പെട്ട കമ്പനികൾ റിസൾട്ട് വരുന്നത്. സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഈ ട്രേഡ്സ് ശ്രദ്ധിക്കുക. ഓറോബിന്ദോ ഫാർമയുടെയൊക്കെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്തും റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. BSE എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കാണ്. റിസൾട്ട് വന്നിട്ടുണ്ട്, വളരെ പോസിറ്റീവ് റിസൾട്ടാണ്. 219 കോടിയിൽ നിന്നും 601 കോടിയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സോ കമ്പനിക്ക് ബെറ്ററാണ്. റവന്യൂവിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബാറ്റ ഇന്ത്യയുടെ വന്നിട്ടുണ്ട്, പ്രോഫിറ്റും റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. NRB ബെയറിംഗ്സ്, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ്, അങ്ങനെ പല കമ്പനികളിലും റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ പെസ്റ്റിസൈഡ്സിന് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഫൈസർ പോസിറ്റീവ് റിസൾട്ടാണ്. 127 കോടിയിൽ നിന്നും 141 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. രാംകോ സിമൻസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അതായത് 152 കോടിയിൽ നിന്ന് 385 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. മോസ്റ്റ്ലി 111% ഗ്രോത്ത് രാംകോ സിമൻസിൻ്റെ പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ, പിന്നെ ലിൻഡെ ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. 116 കോടിയിൽ നിന്ന് 193 കോടിയിലേക്ക് വർധനവ് ഉണ്ടായിട്ടുണ്ട്. സോ
ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസിൽ 133 കോടിയിൽ നിന്ന് 152 കോടിയിലേക്ക് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ജീനസ് പവറിന് വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. 56 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക് പ്രോഫിറ്റ് സർജ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിൻ ഫ്ലൂറിൻ, ISG, EC, ഹെവി എഞ്ചിനീയറിംഗ് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ സിയാജൽ ഇന്ത്യക്ക് ആണെങ്കിൽ ലെറ്റർ ഓഫ് അവാർഡ് വിത്ത് റെവ അൾട്രാ മെഗാ സോളർ ആയിട്ടുള്ള കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി 1700 കോടിയുടെ അവാർഡാണ്. സോ കമ്പനിക്ക് അതൊരു പോസിറ്റീവ് ന്യൂസാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ റിയൽടെൽ കോർപ്പറേഷൻ ആണെങ്കിൽ മോസ്റ്റ്ലി 454 കോടിയുടെ പുതിയൊരു ഓർഡർ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, അതും പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് GRSക്ക് ഒരു ന്യൂസ് ഉണ്ട്. അതായത് അവർ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ബന്ധപ്പെട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി, അപ്പോൾ അത് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ ആണെങ്കിൽ വിജയ് ആനന്ദിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് RBI അപ്രൂവ് ചെയ്തതായിട്ടുള്ള ന്യൂസും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടെക്സ്മാക്കൊക്കെയാണ്. 76 കോടിയിൽ നിന്ന് 42.8 കോടിയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുള്ളതായിട്ട് ടെക്സ്മാക്കൊക്കെ ന്യൂസ് നിലവിലുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് റിസൾട്ട് ബേസ്ഡ് കമ്പനികളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രാംകോ സിമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം, എന്താണ് ചാർട്ടിൽ കാണുന്നതെന്നുള്ള കാര്യം. റിസൾട്ടൊക്കെ നന്നായിട്ട് വന്നതല്ലേ. അപ്പോൾ രാംകോ സിമൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കണ്ടില്ലേ, രാംകോ അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് സിറ്റുവേഷനിലായിട്ട് നിൽക്കുകയാണ്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. രാംകോ സിമൻസ് നമുക്കപ്പം ഇന്നത്തെ ദിവസം വാച്ച് ലിസ്റ്റിൽ ഇടാം. നിലവിൽ 1204 രൂപയാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നോക്കാം ഓക്കെ എന്താവും ഇന്നത്തെ അവസ്ഥയെന്ന്. അത്യാവശ്യം പോസിറ്റീവ് റിസൾട്ട് വന്നുകൊണ്ട് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും മിക്കവാറും നടക്കുക. ആൻഡ് മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് ഒരു പുൾ ബാക്കിലൊക്കെ നമുക്ക് ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് രാംകോയിൽ. പിന്നെ അത്യാവശ്യം നല്ല ഏരിയയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ MRPL നിങ്ങൾ നോക്കിയ MRPL ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് സിറ്റുവേഷൻ നിൽക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു MRPL 181 റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം നല്ലൊരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഹയർ സൈഡിലേക്ക് പോകാനായിട്ട്. സോ MRPL എന്തായാലും ഒന്ന് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഡെവലപ്പായി വരുന്നുണ്ട്. ആൻഡ് GMDC നമ്മൾ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ആഴ്ചയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു GMDCയുടെ കാര്യം. സോ നിലവിൽ ഇനി ഒരു 650 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് GMDCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് കൂടുതൽ സ്റ്റോക്കുകൾ ഞാൻ പറയുന്നത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നല്ല നല്ല അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രേഡ് എടുക്കാനുള്ള അവസരം ഉണ്ടാവുമല്ലോ. ആൻഡ് ആംബർ എൻ്റർപ്രൈസസ് എത്ര പേര് ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞിടാം. നല്ല റിസൾട്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കണ്ടിന്യൂസ് അപ്സൈഡ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര % ഈ ഒരു ഏരിയയിൽ നിന്ന് 5486 നിന്ന് മോസ്റ്റ്ലി 29% മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ആംബർ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, അത്രയും നല്ലൊരു റണ്ണ് റിസൾട്ടും കൂടെ വന്ന സ്ഥിതിക്ക് ആംബർ ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ന്യൂ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. എല്ലാവരും ഒന്ന് ആംബറും ഫോക്കസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് ലെവൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ലൈവായിട്ട് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആവട്ടെ, കൂടുതൽ ലെവൽസ് എല്ലാം നമുക്ക് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷനിൽ അവസാന കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം തന്നെയാണ്. പഴയ മെമ്പേഴ്സ് എല്ലാം തിരിച്ചെത്തണം. നമുക്ക് വളരെ ആക്റ്റീവായിട്ട് തന്നെ മുൻപോട്ട് എല്ലാം കൊണ്ടുപോവുകയും വേണം. ഓക്കെ, സോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.